ഹലോ എവ്രി വൺ, വെൽക്കം ടു രാജ് ടോക്സ്. ഇന്ന് ബസൂക്കയുടെ വിശേഷങ്ങളാണ്. സോ ബസൂക്കയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ തൊട്ട് പറഞ്ഞു തുടങ്ങാം. ഫസ്റ്റ് ഓഫ് ഓൾ, മമ്മൂക്ക ഒരു രക്ഷയില്ല. പുള്ളിയുടെ സ്വാഗ് അറ്റ് ദ ഏജ് ഓഫ് 73 സ്റ്റിൽ പുള്ളി പുൾ ഓഫ് ചെയ്യുന്ന പോലെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പുള്ളി ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ സീനിൽ തന്നെ ഒരു വൈറ്റ് ഷർട്ടും ഒരു ബ്ലൂ ജീൻസും ഒക്കെ ഇട്ടിട്ട് പുള്ളി വരുന്നതുണ്ട്. ആ ഒരു സിമ്പിൾ ഡ്രസ്സിൽ തന്നെ പുള്ളിയുടെ ലുക്കും പുള്ളി ആ നടക്കുന്ന രീതിയും ജസ്റ്റ് ഒരു ബസ്സിലോട്ട് കയറുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അത് ചെയ്തിരിക്കുന്ന വിധമൊക്കെ നല്ല രസമായിട്ടുണ്ട്. പുള്ളിയുടെ ഗ്ലാസ് വെക്കുന്ന രീതിയാണെങ്കിലും പുള്ളിയുടെ ആക്സസറീസ് ഇതൊക്കെ ക്യാരി ചെയ്യുന്ന വിധം, അല്ലെങ്കിൽ ഇറ്റ്സ് ടക്സിഡോ ടൈം എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് ഹാഫിൽ ഒരു സീൻ വരുന്നുണ്ട്. അപ്പോൾ ആ ടൈമിൽ പുള്ളി ഒരു മേക്ക് ഓവർ ചെയ്തിട്ട് പുള്ളി ആ സൂട്ടൊക്കെ ഇട്ടിട്ട് വരുന്ന സീനൊക്കെ അടിപൊളി. ഈ ഫിലിമിൽ നമുക്ക് ട്രെയിലറിൽ നിന്നും ടീസറിൽ നിന്നും കിട്ടിയ ഒരു സ്റ്റൈലിഷ് മമ്മൂക്ക അവതാർ ഇതിനകത്ത് വളരെ നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ട് വന്നിട്ടുണ്ട്. പുള്ളിയും ഹക്കിമുമായിട്ടുള്ള കോമ്പിനേഷൻ സീൻസ് ആണ് നെക്സ്റ്റ് എനിക്ക് ഏറ്റവും കൂടുതൽ ഈ പടത്തിൽ നന്നായിട്ട് വർക്കായിട്ട് തോന്നിയത്. ഹക്കിം ഇൻഡിവിജ്വൽ ആയിട്ടും സീൻസിൽ വരുമ്പോൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ഒരു നല്ല നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഇതിനകത്ത് വന്നിട്ടുണ്ട്. പുള്ളിക്ക് ഈസിയാണ്. പുള്ളി ഇതിലും കോംപ്ലക്സ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ലെജൻഡറി നടനുമായിട്ട് വരുമ്പോൾ ഉള്ള ആ ഗിവ് ആൻഡ് ടേക്കുകളെല്ലാം പുള്ളിയുടേത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഗൗതം മേനോൻ ആസ് യൂഷ്വൽ ടിപ്പിക്കൽ ടെംപ്ലേറ്റ് റോളാണ്. വേറെ പ്രത്യേകിച്ച് ഒന്നും ഇതിനകത്ത് പുള്ളിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനില്ല. പുള്ളിയുടെ ഇതുവരെ ഉള്ള സിനിമ ചരിത്രം വെച്ച് നോക്കുമ്പോൾ പുള്ളിയിൽ നിന്നും കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട. പക്ഷെ ഉള്ളത് പുള്ളി മോശമാക്കിയിട്ടില്ല. അതുമാത്രമല്ല, പിന്നെ പുള്ളി അതിനകത്തൊരു മലയാളിയായിട്ടാണോ കാണിച്ചിരിക്കുന്നത് എനിക്കിപ്പോഴും ഡൗട്ടുണ്ട്. പക്ഷെ പുള്ളിയുടെ ചില ഡയലോഗ്സും കാര്യങ്ങളും ഒക്കെ ഭയങ്കര ഫണ്ണി ആയിട്ട് ചില സമയത്ത് തോന്നാം. പക്ഷെ പുള്ളിക്ക് ത്രൂ ഔട്ട് റോളുണ്ട്. ആദ്യം മുതൽ അവസാനം വരെയും പുള്ളിയാണ് മമ്മൂക്കകൾ കൂടുതലായിട്ട് ഈ പടത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. സോ ഈ കാര്യങ്ങളെല്ലാം എനിക്ക് നന്നായിട്ട് വർക്കായി. പിന്നെ ഒരു പുതിയ സംവിധായകൻ കം റൈറ്ററാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പോരായ്മകളായിരിക്കാം ഒരു പക്ഷേ ഈ പടം എനിക്കൊരു ആവറേജ് അനുഭവമായിട്ട് എനിക്ക് തോന്നിപ്പിച്ചത്. ഇത് കംപ്ലീറ്റ്ലി എൻ്റെ ടേക്കാണ്. നിങ്ങൾ കണ്ടു നോക്കുക. ഡെഫിനറ്റ്ലി ചിലപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ ഡിഫറെൻ്റ് ആയിരിക്കാം. പക്ഷേ എനിക്ക് ഒരു 2.5 മണിക്കൂർ സ്ട്രെച്ച് ചെയ്ത് ഈ പടം പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ക്ലൈമാക്സ് സ്പെഷ്യലി അങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഒരു തോന്നലുകൾ ഉണ്ടായിരുന്നു. കാരണം ഓൾറെഡി ഇതിലെന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളൊരു പ്രഡിക്ഷനൊക്കെ എവിടേക്കോ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറയുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു ഫീലാണ് മൊത്തത്തിൽ ഇത് കിട്ടിയത്. അപ്പോൾ ഒരു ത്രൂ ഔട്ട് ഒരു ആസ്വാദനം ഇതിനകത്തുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഓഫ് കോഴ്സ് നിങ്ങൾ കണ്ടു നോക്കുക. നിങ്ങളുടെ ഒപ്പീനിയൻ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കാം, എനിക്കറിയില്ല. എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഞാനൊരു മമ്മൂട്ടി ഫാൻ ബോയ് തന്നെയാണ്. പക്ഷേ ഞാൻ ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ താഴെ വന്ന് അച്ഛനും അമ്മയ്ക്കും തെറി വിളിക്കാതിരിക്കുക അതൊരു മാന്യമായ കാര്യമേ അല്ല. ഞാനിത് മുൻകൂർ ജാമ്യം എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ താഴെ മുഴുവൻ തെറിവിളികളായിരുന്നു. സോ എന്ത് ഫാൻ ഫൈറ്റോ കാര്യങ്ങളോ എല്ലാം മാറ്റി വെക്കാം. നമ്മളൊരു സിനിമ ആസ്വാദനം മാത്രമാണ് ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അത് ഓൾറെഡി മനസ്സിലാക്കണം. ഈ ചാനൽ വിസിറ്റ് ചെയ്തവർക്ക് ഞാനൊരു മുൻകൂർ ജാമ്യം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സോ ഇതാണ് ഓൾ ടുഗദർ ബസൂക്കയെ കുറിച്ചുള്ള എൻ്റെ ഒരു അഭിപ്രായം. കുറച്ചുകൂടെ ബെറ്റർ ആക്കാമായിരുന്നു. ഡിനോ ഡെന്നിസ് ഹാസ് സ്റ്റിൽ ഗോട്ട് ടൈം. ഇനി മൂവീസ് പുള്ളിക്ക് കിട്ടും. പുള്ളി ഒരു ഫസ്റ്റ് ടൈം ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബെറ്റർ ക്രാഫ്റ്റ് തന്നെയായിരുന്നു. പക്ഷെ ഇതൊരു മച്ച് ബെറ്റർ സീൻ ആക്കാമായിരുന്നു എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ എനിക്കൊരു ആവറേജ് അനുഭവം തന്ന പടമാണ് ബസൂക്ക. സോ നിങ്ങൾ കണ്ടു നോക്കുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. താങ്ക് യു.